ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ബോളിവുഡിൽ ഒരു ആഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലറായിട്ട് ഒരെണ്ണം അവർ ഇറക്കി വിട്ടിട്ടുണ്ട്. ആ ആഡിൻ്റെ കോസ്റ്റ് വരുന്നത് റിപ്പോർട്ട്സ് പ്രകാരം 150 കോടി രൂപ എന്നാണ് പറയുന്നത്. അതിൽ അഭിനയിക്കുന്നത് രൺവീർ സിംഗ്, ശ്രീലീല, ബോബി ഡിയോൾ എന്നിവരൊക്കെ ഉണ്ട്. ബട്ട് അത് സംവിധാനം ചെയ്യുന്നത് ആരെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും കോപ്പി ഡി എന്ന് പറയുന്ന അഡ്ലിയാണ്. ആൻഡ് ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്നത് GK വിഷ്ണു ആണ്. പുള്ളിയാണ് മെർസൽ, ബിഗിൽ, ജവാൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് റൂബനാണ്. പുള്ളിയാണ് മെർസൽ, ബിഗിൽ, ജവാൻ, കാപ്പാൻ, വിശ്വാസം, വിവേകം, പുഷ്പ ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ സജീവമായ ആൾക്കാരാണ്. അപ്പോൾ ആ ട്രെയിലർ അവർ ആ ആഡിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഏജന്റ് ചിങ് അറ്റാക്സ്. അവഞ്ചേഴ്സ് ന്യൂസ് പേപ്പർ. आपके जवान मेरे साथ सेफ है, मुझे कोई जान नहीं. ഇത് ജവാൻ സിനിമയുടെ 2 വല്ലോ ആണ്. ഒരു ജവാൻ വൈബ് അടിക്കുന്നു. आपकी वॉर मशीन चिंग चाहिए, एजेंट चिंग. ശ്രീലീല. अटैक. ഇത് ആഡിന്റെ ട്രെയിലർ തന്നെ, സിനിമയുടെ ട്രെയിലർ പോലെ ഉണ്ട്. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞ അറ്റ്ലി ആ ഒരു റിച്ച്നെസ്, ആ വിഷ്വൽ ക്വാളിറ്റി ഒക്കെ അറ്റ്ലി. आग लगा दे. പാമ്പരാട്ടി പരസ്യമല്ല. जय हिंद सर. ചട്നിയാ ഗൈസ്, ഇത് കണ്ടിട്ട് ഏതോ സാമ്പാറ, അരിയ, മുളവിൻ്റെ ഏതോ പരസ്യമാണ്. 150 കോടി രൂപ എന്നാണ് റിപ്പോർട്ട്സ് പ്രകാരം കാണിക്കുന്നത്. എത്രമാത്രം ഉള്ളതാണെന്നൊന്നും അറിയില്ല. പക്ഷെ ട്രെയിലർ ഞാൻ പറഞ്ഞില്ലേ, അഡ്ലി ആയതുകൊണ്ട് ആ റിച്ച്നെസ്സും ആ ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പക്കയായിട്ട് ഫസ്റ്റൊക്കെ കണ്ടില്ല ഞാൻ, ഒരു അവഞ്ചേഴ്സ് ടൈപ്പ് ആ മഞ്ഞും കാര്യങ്ങളൊക്കെ. ബട്ട് 150 കോടി രൂപയ്ക്കൊക്കെ ചെയ്യണം. ഇനി അത്രയ്ക്ക് മാർക്കറ്റ് ഉണ്ടാവുമോ ആ സാധനത്തിന്? നിങ്ങൾ കണ്ടിട്ട് പറയുന്നത് എങ്ങനെയാണ്, ഇതെന്താണ് സംഭവം?